വന്നത് അവരുടെ തൊണ്ടവേദനയെ പറ്റി പറയാനായിരുന്നു. ഒരുപാട് കാലമായിട്ടില്ല ഒരു തൊണ്ടവേദന, തൊണ്ട എന്തോ മുറിഞ്ഞ പോലെ തോന്നുന്നു, അങ്ങനെയൊക്കെയാണ് പേഷ്യന്റ് പറഞ്ഞത്. മുന്നേ ഒരു ഡോക്ടർ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് കുറേ കാലമായിട്ട് പോയി. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇവർക്ക് ഇഷ്യൂസ് ഇല്ല, അല്ലെങ്കിൽ ഇവരുടെ ഇഷ്യൂ ഈ തൊണ്ട അല്ല എന്നുള്ള കാര്യം എന്തോ ആ ഡോക്ടർക്ക് മനസ്സിലായി. അപ്പോൾ അവരോട് പറഞ്ഞതിന് തൊണ്ടയിൽ എന്തോ പൊട്ടിയ പോലെ ഇരിക്കുന്നതിന്റെ തൊണ്ട അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ ഇവരോട് കുറച്ച് ഷൗട്ട് ചെയ്ത് തന്നെ ചോദിച്ചു, നിങ്ങൾ തൊണ്ട പൊട്ടിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത് തൊണ്ട പൊട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ചോദിച്ചു. അപ്പോൾ അതും കൂടി ആയപ്പോൾ പേഷ്യന്റിന് നല്ല ഫീൽ ആയി. നമ്മളൊരു സ്മൃതി മെഡിറ്റേഷനിലേക്ക് പോയി. അപ്പോൾ മെഡിറ്റേഷനിൽ പോയപ്പോൾ അത് തന്നെയായിരുന്നു ആൾക്കൊരു, അതായത് ആളുടെ ഫാമിലി ഒന്നും കൂടിയില്ല, അവരുടെ ആ ഒരു ഒറ്റപ്പെടലായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു ഫീലിലേക്ക് വന്നത്. അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യേണ്ട സമയത്ത് അവരുടെ കൂടെ അവരുടെ വീട്ടുകാരും ഇല്ല എന്നുള്ളൊരു വിഷമം, അതൊക്കെയായിരുന്നു അവർക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ഈ തൊണ്ടയിൽ ഉണ്ടായിരുന്ന ആ ഒരു പെയിൻ. അത് എത്ര മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അസുഖം മാറാൻ പോകുന്നില്ല. കാരണം അവരുടെ ഒറ്റപ്പെടലില്ല ഒരു ഫീലിംഗ് മാറാതെ അവരുടെ ആ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറാനേ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഒരുവിധം അത്